ADGP എസ് ശ്രീജിത്ത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് തിരക്ക് പൂർണ്ണമായും നിയന്ത്രണ വിധേയം തന്നെയാണ്. മറ്റ് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്നുള്ളതാണ്. നമുക്ക് ഇപ്പോൾ ശ്രീകോവിലിൻ്റെ ഭാഗത്തേക്ക് കൂടി അവിടുത്തെ ദൃശ്യങ്ങൾ കൂടി കാണാം. 18-ാം പടി ചവിട്ടിക്കയറി വരുന്ന ഭക്തർ അത് ഫ്ലൈ ഓവർ വഴി ഈ ഭാഗത്തേക്ക് ഇറങ്ങി ഇവിടെയാണ്. പക്ഷേ ഇവിടെയും ഇപ്പോൾ ADGP പറഞ്ഞതുപോലെ തന്നെ തിരക്ക് നിയന്ത്രണ വിധേയം തന്നെയാണ്. സാധാരണ അല്പസമയം മുമ്പ് വരെ, അതായത് കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് വരെ ഈ ഭാഗത്തും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടിരുന്നത്. പ്രത്യേകിച്ചും കുട്ടികളുമായി വരുന്നവർക്കാണ് അത് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത്. ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണാം, കുഞ്ഞുങ്ങളെ തോളിലൊക്കെ എടുത്തുകൊണ്ടാണ് ഇപ്പോൾ ദർശനത്തിനായി ശ്രീകോവിലിന് മുന്നിലേക്ക് എത്തുന്നത്. മറ്റ് ഈ 18-ാം പടി കയറി ഫ്ലൈ ഓവർ വഴിയല്ലാതെ കൊടിമരത്തിൻ്റെ വലതുവശത്ത് കൂടിയും ഇപ്പോൾ ഭക്തരെ ഈ ഭാഗത്തേക്ക് പ്രവേശിപ്പിക്കുന്നുണ്ട്. നമുക്ക് ഈ ശ്രീകോവിലിൻ്റെ ഭാഗത്തേക്ക് പ്രവേശനമില്ല. നമുക്ക് ഇവിടെ നിന്ന് മാത്രമേ ദൃശ്യങ്ങൾ പകർത്താൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ നമുക്ക് ഈ ഫ്ലൈ ഓവർ വഴിയുള്ളത് കാണാം. പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയം എന്ന് പറയാം. കാരണം ഫ്ലൈ ഓവറിൻ്റെ ഭാഗം ആണ്. അതായത് താഴെ നിന്നും പോലീസ് സേനാംഗങ്ങൾ ഇപ്പോൾ കൃത്യമായും നിയന്ത്രിച്ചുകൊണ്ട് തന്നെയാണ് ഭക്തരെ ഇപ്പോൾ ഫ്ലൈ ഓവർ ഭാഗത്തേക്ക് കടത്തിവിടുന്നത്. ഫ്ലൈ ഓവറിൽ ഇപ്പോൾ ആ ഭാഗത്ത് ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്ന ഭാഗത്ത് തിരക്കില്ല. അവിടെ പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയം എന്ന് തന്നെ പറയാം. 18-ാം പടി കയറി വരുന്നവർ ഈ ഭാഗത്തേക്ക് എത്തുന്നു. ഇവിടെയും തിരക്ക് ഇപ്പോൾ നിയന്ത്രിച്ചിട്ടുണ്ട്. വലിയ പ്രശ്നങ്ങൾ ഉള്ളതായി തോന്നുന്നില്ല. പക്ഷേ കുട്ടികളുമായി വരുന്ന തീർത്ഥാടകർ അവരാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് വളരെയധികം സമയം ഈ ക്യൂവിൽ നിൽക്കുമ്പോൾ അവർക്ക് വെള്ളവും ഒപ്പം തന്നെ ലഘുഭക്ഷണവും ഒന്നും കിട്ടണമെന്നില്ല. അങ്ങനെയുള്ള കുട്ടികൾ വളരെ ക്ഷീണിതരായി ഇരിക്കുന്ന ഒരവസ്ഥയുണ്ട്. പക്ഷേ ഇപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഈ വിഷയത്തിൽ ഇടപെട്ടു. ADGP എസ് ശ്രീജിത്ത് തന്നെ പറഞ്ഞത് തിരക്ക് നിയന്ത്രണ വിധേയമായിട്ട് തന്നെയുണ്ട്. ഒരു ദിവസം 20,000 പേരെയാണ് സ്പോട്ട് ബുക്കിങ്ങിലൂടെ പ്രവേശനത്തിന് അനുവാദം നൽകിയിട്ടുള്ളത്. പക്ഷേ ADGP പറയുന്നത് 20,000-ൽ കൂടുതൽ ആളുകൾ സ്പോട്ട് ബുക്കിംഗ് സംവിധാനത്തിലൂടെ എത്തുന്നു. അങ്ങനെ വരുന്ന ആളുകൾക്ക് തിരിച്ചയക്കാൻ ഏതായാലും ഇപ്പോൾ അധികൃതർ തയ്യാറാകുന്നില്ല. അതായത് സ്പോട്ട് ബുക്കിംഗ് ആഗ്രഹിച്ചുകൊണ്ട് വരുന്ന ഭക്തർക്കെല്ലാം അവർക്ക് സന്നിധാനത്തേക്ക് പ്രവേശനം നൽകുന്നുണ്ട്. ഒരുപക്ഷെ 20,000-ൽ കൂടുതൽ ഭക്തർ അങ്ങനെ സ്പോട്ട് ബുക്കിംഗ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് സന്നിധാനത്തേക്ക് എത്തുന്നുണ്ട്. അതും പോലീസിന്റെ കണക്ക് കൂട്ടൽ തെറ്റിക്കുന്നുണ്ട്. മറ്റൊന്ന്, വിർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത് സന്നിധാനത്തേക്ക് ദർശനത്തിനായി എത്തുന്നവർ അവർ ബുക്ക് ചെയ്ത തീയതിയിലല്ലാതെ മറ്റൊരു ദിവസത്തേക്ക് അവർ ദർശനത്തിനായി എത്തുന്നു. പക്ഷെ അങ്ങനെയുള്ളവരെയും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ തിരിച്ചയക്കുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ കൂടുതൽ, അതായത് ഒരു ദിവസം 70,000 പേരെയാണ് വിർച്വൽ ക്യൂ സംവിധാനത്തിലൂടെ ബുക്ക് ചെയ്തവരെ സന്നിധാനത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്. അത് ഒരു ദിവസം ഉള്ളത് കൂടാതെ മറ്റേതെങ്കിലും ദിവസം ബുക്ക് ചെയ്തവർ അന്ന് ദർശനത്തിനെത്താതെ മറ്റൊരു ദിവസം വരികയാണെങ്കിൽ 70,000 എന്നുള്ളത്. പക്ഷേ ഭക്തജനങ്ങളെ നിയന്ത്രിച്ച് എല്ലാവർക്കും ദർശനം ലഭ്യമാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കുന്നുണ്ടെന്നാണ് ഉദ്യോഗസ്ഥരടക്കം പറയുന്നത്. തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പോലീസിന്റെ നിയന്ത്രണത്തിലല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ട ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ദർശന സമയം നീട്ടുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് ഈ ദർശന സമയത്തിനനുസരിച്ച് ആളുകളെ പെട്ടെന്ന് തന്നെ കയറ്റി തിരക്ക് നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ അടക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രവീൺ പുരുഷോത്തമനിലേക്ക് പോവുകയാണ്. പ്രവീൺ, നേരത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് സംസാരിച്ചപ്പോൾ ഈ കേന്ദ്രസേനയെ അടക്കം വിന്യസിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അതിൽ അവരെത്തിയിട്ടില്ല ഇതുവരെ എന്നുള്ളതാണ് സംസ്ഥാനം ആവശ്യപ്പെട്ടിരുന്നതാണ്. പക്ഷേ 2 ദിവസമായി ഈ നട തുറന്നതിന് ശേഷം ഈ തിരക്ക് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ മണ്ഡലകാലത്തൊന്നും, അതായത് 4 ദിവസമൊക്കെയാണ് 1,00,000-ലധികം ആളുകൾ വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ തുടങ്ങിയ ദിവസങ്ങളിൽ തന്നെ ഇപ്പോൾ 1,00,000-ലധികം ആളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തിരക്ക് ഇത്തവണ നമ്മൾ പ്രതീക്ഷിച്ചാലും കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യത വരും ദിവസങ്ങളിലുമുണ്ട്. ആ സാഹചര്യത്തിലടക്കം ഇനിയിപ്പോൾ കേന്ദ്രസേനയെ അടക്കം വിന്യസിക്കുന്ന കാര്യങ്ങളിൽ എപ്പോഴെത്തും? ഇങ്ങനെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടോ ഇപ്പോൾ പോലീസിന്? സാധാരണ മണ്ഡലകാലം ആരംഭിക്കുമ്പോൾ NDRF, RPF ടീം അംഗങ്ങൾ ഇവിടെ ഉണ്ടാകാറുള്ളതാണ്. അതായത് എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിക്കുകയാണെങ്കിൽ അത് സന്നിധാനത്തായാലും വലിയ നടപ്പന്തൽ ഭാഗത്തൊക്കെ ആയാലും കുഴഞ്ഞു വീഴുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ദേഹാസ്വാസ്ഥ്യം ഭക്തർക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ NDRF ടീം അംഗങ്ങൾ വളരെ പെട്ടെന്ന് എത്തുകയും അവർ വളരെ വേഗത്തിൽ ഈ സന്നിധാനത്ത് നിന്നും സന്നിധാനത്ത് തന്നെയുള്ള സർക്കാർ ആശുപത്രിയിലേക്ക് അവർ കൊണ്ടുപോവുകയും ചെയ്തു. അതിനായി സ്ട്രെച്ചർ ഉൾപ്പെടെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. നമ്മളത് സ്ഥിരം കാണുന്ന ഒരു കാഴ്ച കൂടിയാണ്. എന്തെങ്കിലും ചെറിയ ഒരു അസ്വസ്ഥത ഉണ്ടെങ്കിൽ പോലും NDRF ടീം അംഗങ്ങൾ പെട്ടെന്ന് ഇടപെടുകയും അവർ പെട്ടെന്ന് ഈ ദേഹാസ്വാസ്ഥ്യമുള്ള ഭക്തരെ ആശുപത്രിയിലേക്ക്, സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്യും. അത് പ്രത്യേകിച്ചും ഈ ഫ്ലൈ ഓവറിലും ഈ ശ്രീകോവിലിന് മുൻവശത്തുമൊക്കെ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന സമയത്ത് NDRF ടീം അംഗങ്ങൾ തന്നെ അവർ ചാടിക്കയറി ഈ കൊച്ചു കുട്ടികളെയൊക്കെ തിരക്കിനിടയിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന കാഴ്ചയൊക്കെ കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തൊക്കെ നാം കണ്ടതാണ്. പക്ഷേ ഇക്കുറി NDRF-ൻ്റെയും RPF-ൻ്റെയും സാന്നിധ്യം സന്നിധാനത്തില്ല. നമുക്കറിയാൻ കഴിയുന്നത് സംസ്ഥാന സർക്കാർ തന്നെ കേന്ദ്രത്തോട് ഈ മണ്ഡലകാലം തുടങ്ങുമ്പോൾ
RPF-ന്റെയും ഒപ്പം NDRF-ന്റെയും സാന്നിധ്യം അവരെ വിട്ടുകിട്ടണമെന്ന ഒരു ആവശ്യം അല്ലെങ്കിൽ ഒരു അപേക്ഷ കേന്ദ്രത്തിന് നൽകിയിരുന്നു. പക്ഷേ ഇപ്പോൾ നട തുറന്ന്, അതായത് വൃശ്ചികം 1 ഇന്നലെയായിരുന്നു, ഇന്നിപ്പോൾ 3ാമത് ദിവസമാണ് മണ്ഡലകാലം ആരംഭിച്ചിട്ട്. പക്ഷേ ഇത്രയും സമയമായിട്ട് പോലും NDRF-ഓ RPF-ന്റെയോ സേനാംഗങ്ങൾക്ക് ഇവിടേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. ഒരു പക്ഷേ നാം നേരത്തെ കണ്ട സാഹചര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുമ്പോൾ പോലീസിനോടൊപ്പം കൈ ചേർത്ത് അല്ലെങ്കിൽ അവരോട് കൈ കോർത്തുകൊണ്ട് തന്നെ NDRF ടീം അംഗങ്ങൾ വളരെയധികം ശ്രമങ്ങൾ നടത്താറുണ്ട്. അവരുണ്ടെങ്കിൽ പോലീസിനൊരു സഹായം കൂടിയാണ്. കാരണം ഒരു തിരക്ക്, വലിയ അപകടകരമിതം തിരക്കുണ്ടാകുമ്പോൾ ഈ NDRF ടീം അംഗങ്ങൾ ഇടപെടുകയും ഭക്തരെ നിയന്ത്രിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ ഫലപ്രദമായി NDRF ടീം അംഗങ്ങൾ എടുക്കുകയും ചെയ്യും. ഇപ്പോൾ ADGP ശ്രീജിത്ത് ഈ ഭാഗത്തേക്ക് വരുന്നുണ്ട്. ഈ ഭാഗത്ത് അടിവശത്ത് വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ADGP നേരിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. കാരണം ഈ 18ാം പടിക്ക് താഴെ ഇപ്പോഴും വലിയ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ തിരക്ക് നിയന്ത്രിക്കേണ്ട ഒരു ആവശ്യകത കൂടിയുണ്ട്. പോലീസ് പരമാവധി അവിടെ നിന്നുകൊണ്ട്, അതായത് 18ാം പടിക്ക് താഴെ വലിയ വീഴ്ച തന്നെയാണ് പോലീസിന് സംഭവിച്ചത്. തിരക്ക് നിയന്ത്രിക്കുന്ന കാര്യത്തിൽ അതിനുവേണ്ട ക്രമീകരണങ്ങളെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രവീൺ പുരുഷോത്തമനാണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.